ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇത് പണ്ടൊരു ചെറിയ തോടായിരുന്നു. ഇപ്പം അത് വീതി കൂട്ടി ആൾക്കാർക്ക് നടക്കാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മലപ്പുറം തിരൂർ കരിങ്കിപ്പാറ എന്ന സ്ഥലത്താണിത്. ഇന്നിപ്പോൾ ഈ തോട് ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെ ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കരിങ്കിപ്പാറ വെള്ളച്ചാട്ടം എന്ന് തന്നെ ഇതിന് പേരും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ശനിയാഴ്ചയാണ്. സ്കൂൾ അവധി ആയതുകൊണ്ട് അവന്തിയേക്കും UKG പഠിക്കുന്ന അനിയൻ്റെ മകൾ കൃഷ്ണദിയ, ഞങ്ങളല്ലു എന്ന് വിളിക്കും, അവൾക്ക് ഈ വെള്ളച്ചാട്ടം കാണണം എന്നൊരു വാശി തന്നെ. അപ്പോൾ അവരെയും കൂട്ടി വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ്. വന്ന പാടെ അവർ വെള്ളത്തിലിറങ്ങി കളി തുടങ്ങി. അല്ലു വെള്ളത്തിലിറങ്ങാൻ പേടിയായത് കാരണം അവിടെ തന്നെ ഇരുന്നിട്ടാണ് കളിക്കുന്നത്. പിന്നെ അവന്തികയുടെ അവസ്ഥയാണെങ്കിൽ വെള്ളം കണ്ടാൽ ഇങ്ങനെയാണ്. വെള്ളം കുറഞ്ഞ ഭാഗത്താണ് അവർ കളിക്കാൻ വന്നത്. നീന്താൻ രണ്ടുപേർക്ക് അറിയില്ല. അങ്ങനെ ഇവിടെ കളി മതിയാക്കി അവർ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിലേക്കാണ് പോണത്. ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ നടക്കാനുള്ള ഈ പാത ഉണ്ടായിരുന്നില്ല. ഇന്നിവിടെ ഒരുപാട് ആളുകൾ വെള്ളച്ചാട്ടം കാണാൻ വരുന്നുണ്ട്. അവർക്ക് നടന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ഒരു സൈഡിലുണ്ട് ഹിന്ദിക്കാരാണ്. അവർ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പിന്നെ കമ്പൊക്കെ വെച്ച് വെക്കുന്നു. അപ്പോൾ എല്ലാം അവന്തിയെ നേരെ നടക്കുന്നതാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുന്നതാണ്. ഞാനാണെങ്കിൽ ക്യാഷ് എടുത്തിട്ടില്ല. ഇതിവിടെ ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്നത് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അവരത് മൈൻഡ് ചെയ്യാതെ നേരെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. അപ്പോൾ അവന്തിക കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ വ്യൂ പോയിൻ്റ് അറ്റം വരെ ഈ ഒരു പാത പോണില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ തിരിഞ്ഞു നടന്നു. അപ്പോൾ വ്യൂ പോയിൻ്റ് കിടക്കുന്ന അവിടെ താഴെയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും താഴേക്ക് നടന്നു പോയിരുന്നു. അപ്പോൾ അവരാ ഉപ്പിലിട്ട കട അതിൻ്റെ അവിടെ എത്തിയപ്പോൾ 2 പേരും ഒന്ന് സ്റ്റക്കായി നിന്നു. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല. അപ്പോൾ അവരതിങ്ങനെ ചൂണ്ടി വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലയെന്ന്. അത് ആ കടക്കാരൻ കേട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു ക്യാഷ് ഇല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി, കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ്. ഇപ്പോൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വാങ്ങിത്തരാം, ഇപ്പോൾ നമ്മൾ താഴേക്ക് പോകുമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് നടക്കുകയാണ്. താഴെ ചെന്നപ്പോൾ അവിടെ വെള്ളച്ചാട്ടം കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്ന് മഴ ഇല്ലാത്തതിനെ എല്ലാവരും കാണാൻ വന്നിരിക്കുകയാണ്. മഴ ഉള്ളപ്പോൾ ഇവിടെ ആളുകളുണ്ടാവും. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഈ തോടിനരിയിലൂടെയാണ് പോയിരുന്നത്. അന്ന് ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇന്നതെല്ലാം വെട്ടിത്തെളിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ സെറ്റാക്കിയിട്ടുണ്ട്. അവന്തികയാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ട് അവൾക്ക് മതിയാവണില്ല. ഒരുപാട് പറഞ്ഞ് കയറി വരാൻ. അത് കേൾക്കാതെ പിന്നെയും വെള്ളത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണം. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾ കയറി വരുന്നില്ല. വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചും സമയം പോയതും അറിഞ്ഞില്ല. സമയം 5 മണിയായിരുന്നു. ഒരു വിധത്തിൽ അവന്തിയെ വെള്ളത്തിൽ നിന്ന് കയറ്റി. അങ്ങനെ മനസ്സോടെ അവർ 2 പേരും കളി മതിയാക്കി കയറി. അവരുടെ അടുത്ത ലക്ഷ്യം വീടല്ലട്ടാ, ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയാണ്.
അപ്പോൾ ഒരു വിധത്തിൽ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ കയറി വന്നിട്ടുണ്ട്. അവർ ആ നെല്ലിക്ക ലക്ഷ്യമിട്ടുള്ള ഓട്ടമാണ് കേട്ടോ. കടയുടെ മുന്നിൽ ചെന്ന് നോക്കി നിൽക്കുന്ന അവരോട് ഞാൻ പറഞ്ഞു ക്യാഷ് എടുത്തിട്ടില്ല, നാളെ വാങ്ങിത്തരാമെന്ന്. അത് കടക്കാരൻ കേട്ടപ്പോൾ അയാൾ പറഞ്ഞു ക്യാഷ് പിന്നെ തന്നാൽ മതി, ഇപ്പോൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമായി. അപ്പോൾ രണ്ടുപേർക്കും ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും വാങ്ങിക്കൊടുത്ത് അതോടെ അവർ ഫുള്ള് ഹാപ്പിയാണ്. ഈ ഒരു ദിവസം മുഴുവൻ അവരെ ലൈഫ് എൻജോയ് ചെയ്തിടും. അപ്പോൾ ഈ കുപ്പിയിലിരിക്കുന്ന നെല്ലിക്ക മാങ്ങ കണ്ടപ്പോൾ എനിക്ക് വായിൽ വെള്ളം ഓർമ്മയുണ്ട്. പക്ഷേ ഒരു പീസിന് 10 വെച്ചിട്ട് 25 രൂപയ്ക്ക് അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.